Hello friends, welcome back to Food for Good. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു തേങ്ങ ചെരുവിയത് വെച്ചിട്ട് ഒരു ലഡ്ഡു ആണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ 1 കപ്പ് തേങ്ങ ചെരുവിയത്. ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ നമ്മൾ തന്നെ തേങ്ങ ചെരുവിയിട്ട് ബ്രൗൺ കളർ ഒക്കെ മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ചെരുവിയിട്ട് നമുക്കൊന്ന് വറുത്താൽ മതി. സോ ഇതേപോലെ തന്നെ നമുക്ക് ടെക്സ്ചർ വരും. നമുക്ക് ആദ്യം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഒരു 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചൂടായതും നമ്മൾ ചെരുവിയ കോക്കനട്ട് ആഡ് ചെയ്യാം. കളർ ചേഞ്ചസ് ഒന്നും വരില്ല, ഇതേ കളർ തന്നെ ഉണ്ടാവും. ഒന്ന് ചൂടായതും നമുക്ക് ഇതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ സ്മെല്ല് വരും വറക്കുമ്പോൾ. സ്മെല്ല് വന്നതും നമുക്ക് ആഡ് ചെയ്യാം. കറക്റ്റ് ഒരു 2 to 3 minutes ഇളക്കിയാൽ മതി. ഇളക്കിയിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. അടുപ്പ് കമ്മിയാക്കിയിട്ട് ഇളക്കി കൊടുത്തോളാം. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് എല്ലാം ആ തേങ്ങയിൽ അബ്സോർബ് ചെയ്യണം. കുറച്ച് നന്നായി അതിൽ വെന്തോട്ടെ. അപ്പോൾ മധുരമൊക്കെ അതിലൊന്നും പിടിക്കില്ലോ. ഈ സ്റ്റേജിൽ കുറച്ച് ഏലക്കപ്പൊടി ഇഷ്ടപ്പെടുന്നവർ ചേർത്താം. ഞാൻ ആഡ് ചെയ്യുന്നില്ല, ഓപ്ഷണലാണ്. ഒരു 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്യാം. ഇപ്പോൾ വെള്ളം മാറി ഉണ്ടാവുന്നതൊക്കെ ഒന്ന് അബ്സോർബ് ആകട്ടെ. നമുക്ക് കൈ പിടിച്ച് ഉരുട്ടുന്ന പാകത്തിന് വരുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ. കണ്ട സ്പൂണിൻ്റെ കൂടെ ഒക്കെ തന്നെ ഇങ്ങനെ ഒട്ടിയിട്ട് ഇങ്ങനെ വരുന്ന പരുവത്തിൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ആറാൻ വയ്ക്കാം. ആറിയിട്ട് വേണം നമുക്ക് ലഡ്ഡു പിടിക്കാനായിട്ട്. കണ്ടൻസ്ഡ് മിൽക്ക് വന്നിട്ട് ഇല്ലാത്തവർ നമ്മൾ സാധാ ഷുഗറും കൊണ്ട് തന്നെ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷെ കുറച്ച് കട്ടിയായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. പാത്രത്തിലേക്ക് മാറ്റാം. പ്ലേറ്റിൽ മാറ്റിയിട്ട് നന്നായിട്ട് ആറാൻ വയ്ക്കാം. ആറിയതിന് ശേഷം നമുക്കിതിന് ലഡ്ഡു പിടിക്കാം. ലൈറ്റ് ചൂടുണ്ട്. ഈ സമയത്ത് തന്നെ 2 കൈയിലും കുറച്ച് ഗീ ഇങ്ങനെ തേച്ചിട്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയിട്ട് ലഡ്ഡു. കണ്ടൻസ് മിൽക്കിന് പകരം ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ നമ്മുടെ ജാഗരി വെള്ളം കൂടി നമുക്ക് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ അതും ചെയ്താലും ഇതേപോലെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷെ കളറ് മാത്രം വേറെ കളറിലുണ്ടാവും, ബ്രൗൺ കളറിലുണ്ടാവും. ഗീൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്തവർ നമുക്ക് എണ്ണയും കൂടി കയ്യിൽ പരട്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് ഓരോ ഉരുണ്ടയായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ തേങ്ങയിൽ അതേ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെ. ഇതില്ലാത്തവർ ഞാൻ പറഞ്ഞ പോലെ തേങ്ങ ചിരവിയിട്ട് ആ ബ്രൗൺ കളർ മാത്രം മാറ്റിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും. സോ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് കോക്കനട്ട് ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. സോ നമ്മുടെ കോക്കനട്ട് ലഡ്ഡു ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. സോ പ്ലീസ് ഡു ട്രൈ.
അപ്പോൾ കോക്കനട്ട് വെച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തന്നു. സോ ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ പോസ്റ്റ് ചെയ്യൂ. പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. ബൈ.